ഫെബ്രുവരി 27 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വ്യാകുല മാതാവിൻ്റെ വിശുദ്ധ ഗബ്രിയേൽ, വിശുദ്ധ ലയാണ്ടർ, വിശുദ്ധ അബുന്തിയൂസ്, വിശുദ്ധ അലക്സാണ്ടർ, വിശുദ്ധ ആൻറ്റിഗോനൂസ്, വിശുദ്ധ ഫോർത്താനൂത്തൂസ്, വിശുദ്ധ ജൂലിയൻ, വിശുദ്ധ ക്രോണിയോൻ, വിശുദ്ധ ബേസാസും, വിശുദ്ധ ഗാർമിയർ, വിശുദ്ധ ലിയോൺസ്. വ്യാകുല മാതാവിൻ്റെ വിശുദ്ധ ഗബ്രിയേൽ. 1838 1862 കാലഘട്ടത്തിലാണ് വ്യാകുല മാതാവിൻ്റെ വിശുദ്ധ ഗബ്രിയേൽ ജീവിച്ചിരുന്നത്. ഇറ്റലിയിലെ അസീസിയിൽ 1838 ഫ്രാൻസിസ് ഭൂജാതനായി. അദ്ദേഹത്തിൻ്റെ നാമകാരണൻ 600 വർഷങ്ങൾക്ക് മുമ്പ് മാമോദിസ സ്വീകരിച്ച അതേ ജ്ഞാനസ്നാന തൊട്ടിയിൽ നിന്ന് തന്നെ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. പ്ലോറ്റോവിൽ സാന്തേ പൊസേന്തി എന്ന അഭിഭാഷകനായിരുന്നു പിതാവ്. ഒരവസരത്തിൽ അദ്ദേഹം അസീസിയിലെ ഗവർണർ ആയിരുന്നു. അനുദിന ദിവ്യബലിക്ക് ഒരുക്കമായി 1 മണിക്കൂർ പ്രാർത്ഥിക്കുകയും വായിക്കുകയും ചെയ്തിരുന്ന അദ്ദേഹം വിശുദ്ധ കുർബാനയ്ക്ക് വിസീത്ത അർപ്പിച്ചുകൊണ്ട് ദിവസം അവസാനിപ്പിച്ചിരുന്നു. 13 മക്കളിൽ ഫ്രാൻസിസ് 11ാമത്തേതായിരുന്നു. അവന് 4 വയസ്സുള്ളപ്പോൾ സൽഗുണവതിയായ അമ്മ ആഗ്നസ് മരിച്ചു. ഫ്രാൻസിസിൻ്റെ ബാല്യകാല കുസൃതികൾ തിരക്ക് പിടിച്ച പിതാവിനെ ഉത്കണ്ഠാകുലനാക്കിയിരുന്നു. അദ്ദേഹം കുട്ടികൾക്ക് ക്രൈസ്തവ വിശ്വാസം പഠിപ്പിക്കുവാനും ഈശോയുടെയും വിശുദ്ധരുടെയും ജീവിതങ്ങൾ പഠിപ്പിക്കുവാനും സമയം കണ്ടെത്തിയിരുന്നു. ഒരു യുവ വൈദികൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസത്തിൽ ബാലൻ പഠനത്തിൽ പുരോഗമിക്കുകയും കുസൃതികൾ നിശ്ചയദാർഢ്യമുള്ള സ്വഭാവത്തിന് വഴിമാറുകയും ചെയ്തു. യുവത്വത്തിൽ നാടകനൃത്ത സംഗീത പ്രേമിയായി മാറിയ ഫ്രാൻസിസിനെ ഒരു രോഗം വിടാതെ പിടികൂടി. അത് കൂടുമ്പോൾ അദ്ദേഹം സന്യസ്ത ജീവിതത്തിൽ പ്രവേശിക്കാമെന്ന് നേരുകയും അസുഖം കുറയുമ്പോൾ നേർച്ച നീട്ടിവെക്കുകയും ചെയ്തിരുന്നു. വ്യാകുല മാതാവിൻ്റെ അതീവ ഭക്തനായിരുന്നു ഫ്രാൻസിസ്. മാതാവ് നേരിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ഒരവസരം ഉണ്ടായി. 1856 പ്ലോറ്റോയിൽ കോളറ പടർന്നു പിടിച്ചു. അത് മാറിയാൽ 1115 ബാർബറോസ ചക്രവർത്തി നഗരത്തിന് സമ്മാനിച്ച മറിയത്തിൻ്റെ സ്വരൂപം വഹിച്ചുകൊണ്ട് വലിയ ഘോഷയാത്ര നടത്താമെന്ന് ജനങ്ങൾ നേർന്നു. മഹാമാരി നിലച്ചു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വരൂപം കടന്നുപോയപ്പോൾ മുട്ടുകുത്തി നിന്നിരുന്ന ഫ്രാൻസിസിനെ മറിയം തറപ്പിച്ചു നോക്കി. അതവൻ്റെ ആത്മാവിൽ തുളച്ചു കയറി. അവൾ ഇങ്ങനെ പറയുന്നതായി ഫ്രാൻസിസിന് തോന്നി: ഫ്രാൻസിസ്, എന്തിനാണ് നീ ലൗകികതയിൽ തങ്ങുന്നത്? വളരെ വേഗം ഒരു വൈദികനാവുക. അദ്ദേഹം മൊറോവാല്ലയിൽ പാഷനിസ്റ്റുകാരുടെ സഭയിൽ ചേർന്ന് വ്യാകുല മാതാവിൻ്റെ ഗബ്രിയേൽ എന്ന പേര് സ്വീകരിച്ചു. കർത്താവിൻ്റെ പീഡാസഹനത്തോടും വിശുദ്ധ കുർബാനയോടും പരിശുദ്ധ കന്യകാമറിയത്തിനോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന ഭക്തി അളവറ്റതായിരുന്നു. 1861 അദ്ദേഹം വ്രതമെടുക്കുവാൻ സമയമായപ്പോൾ ഇറ്റലിയിൽ രാഷ്ട്രീയവും വൈദിക വിരുദ്ധവുമായ വിപ്ലവങ്ങളും ഉണ്ടായി. ആ സമയത്ത് ക്ഷയരോഗം ബാധിച്ച് 1862 ഫെബ്രുവരി 27 വ്യാകുല മാതാവിൻ്റെ വിശുദ്ധ ഗബ്രിയേൽ ഈ ലോകവാസം വെടിഞ്ഞു. ധാരാളം മാനസാന്തരങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കിയാൽ വിശുദ്ധൻ്റെ നാമകരണ നടപടികൾ സമയത്തിന് മുമ്പേ ആരംഭിച്ചു. 1908 മെയ് 31 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനാക്കി ഉയർത്തി. 1920 മെയ് 31 വിശുദ്ധ ഗണത്തിലേക്കും ഉയർത്തപ്പെട്ടു. വിശുദ്ധനായ വ്യാകുല മാതാവിൻ്റെ വിശുദ്ധ ഗബ്രിയേലെ, ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ പലതരം ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ദൈവത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാതിരിക്കുമ്പോൾ അതെല്ലാം സഹിച്ചുകൊണ്ട് ദൈവത്തിനായി നല്ലൊരു ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.